ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒഴുകുന്നത് തേന, പക്ഷേ അതിൽ വിഷാംശമുണ്ട്. ഈ മുതലക്കണ്ണീരൊന്നും ജഗൻ മുഖവിലേക്ക് എടുക്കുന്നില്ല, വിശ്വസിക്കുന്നുമില്ല. ജോൽസിന്റെ വരവും വഴിപാടും ഒക്കെ വ്യാജമായിരുന്നെന്ന് ഞാൻ തെളിയിച്ചിരിക്കും. എന്റെ ദേവി, നിനക്ക് നന്ദി. മുട്ടുകാൽ പ്രദക്ഷിണം അഥവാ തുടങ്ങിയാലും മുടങ്ങുമെന്നാ വിചാരിച്ച. ഞരമ്പ് മുഴുവൻ വല്ലാതെ വലിഞ്ഞു മുറുകുന്ന വഴിപാടല്ലേ. വേദനയും നീറ്റലും കൊണ്ട് കുറെ കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ടാണോ അങ്ങനെ ഒരു ഏർപ്പാട് ജോൽസിനെ കൊണ്ട് വന്ദനയുടെ തലയിൽ കെട്ടിയേൽപ്പിച്ചത്? മുട്ടുകാൽ പ്രദക്ഷിണത്തെക്കുറിച്ച് അപ്പച്ചിക്കും വിദ്യയിടത്തേക്ക് നല്ല മുൻധാരണ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വഴിപാട് ഇടയ്ക്ക് വെച്ച് മുടങ്ങിയാൽ ദോഷം, മുടങ്ങിയില്ലെങ്കിൽ കാൽമുട്ടിന്റെ കാര്യം ഒരു ധാരണയാവും. അതായിരുന്നില്ലേ നിങ്ങളുടെ ലക്ഷ്യം? ജോൽസിനെ കൊണ്ട് കള്ളം പറയിപ്പിച്ചതും അതിനായിരുന്നില്ലേ? നിർത്തും. എന്താ അസംബന്ധം ഈ പറയുന്നത്? ജോൽസിനെ വരുത്തി പ്രശ്നവയ്പ് നടത്തിയത് എന്നെ തൊലയ്ക്കാനല്ല, ജഗൻ തൊലയാതിരിക്കാനാ. നമ്മുടെ ഭാവി ജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാ ഇവരത് ചെയ്തത്. അവരെ നിന്ദിക്കാൻ ഒരിക്കലും പാടില്ല, പൂജിക്കാ വേണ്ടത്. മതി മോളെ, നീയെങ്കിലും ഞങ്ങളുടെ നല്ല മനസ്സ് കണ്ടല്ലോ, അത് മതി. ജഗ, നീ വിചാരിക്കും പോലെ ഈ കുടുംബം തകർക്കാൻ വന്നവളൊന്നും അല്ല ആനന്ദവല്ലി. നിന്നോടും വന്ദനയോടും കടുത്ത വിദ്വേഷവും വെറുപ്പും ഉണ്ടായിരുന്നു എന്ന കാര്യം ഞാൻ സമ്മതിക്കുന്നു. ബോധം കെട്ടുകിടന്ന വന്ദനയെ താലി കെട്ടിയല്ലേ നീ ഭാര്യയായി സ്വീകരിച്ചത്. അങ്ങനെ ഒരു ചടങ്ങിനെ പറ്റി കേട്ടുകേഴ്വിയെങ്കിലും ഉണ്ടോടാ? ആ നിലയ്ക്ക് താലി കെട്ടിയ നിന്നെയും നിന്നെ ഭർത്താവായി സ്വീകരിച്ച വന്ദനയും അത്ര പെട്ടെന്ന് അങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റുമോ? പിന്നെ അന്യന്റെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി ഏറ്റെടുത്ത് വളർത്തുകയല്ലേ വന്ദന. വിവാഹം കഴിഞ്ഞ പെണ്ണിന് അവള് പ്രസവിക്കാത്ത ഒരു പെൺകുട്ടി കൂടി. അതും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമാണോടാ? അല്ല, ആ പകയും വിദ്വേഷവും എനിക്കുണ്ടായിരുന്നു. വന്ദനയും മോളെയും പുറത്തിയടിക്കാൻ ഞാൻ ചില വേണ്ടാതീനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതും സമ്മതിക്കുന്നു. അതൊക്കെ അന്ന്. പക്ഷെ ഇന്ന് ഇവരിത്ര നിർദോഷികളാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അവരുമൊത്തുള്ള മാന്യമായ ഒരു കുടുംബജീവിതമാണ് ജഗന്റെ ലക്ഷ്യമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ജഗനെയും കുടുംബത്തെ എങ്ങനെയും കരകയറ്റണമെന്നുള്ള ലക്ഷ്യ അപ്പച്ചിക്കുള്ളത്. ജഗന്റെ ദോഷം തീർക്കാൻ എന്ത് പരിഹാരമാണ് വേണ്ടതെന്ന് വെച്ചാ ചേച്ചി അത് ചെയ്തോ എന്ന് ഉറപ്പ് തന്നിട്ടാ കരുണാകരൻ ഡൽഹിക്ക് പോയത്. ആ ധൈര്യം വെച്ചാ ജോൽസിനെ വരുത്തിച്ച് പരിഹാരം പറയിച്ചത്. എന്നിട്ടത് വന്ദനെ തൊലയ്ക്കാനാണെന്ന് നീ അങ്ങ് വിധി എഴുതി. സങ്കടമുണ്ടടാ മോനെ, സങ്കടമുണ്ട്. എന്റെ അവസ്ഥ അനിയൻ മനസ്സിലാക്കണം. വേണ്ടത്ര വിവരവും കാര്യപ്രാപ്തി ഇല്ലാത്തവനാ എന്റെ ഭർത്താവ്. അച്ഛനിൽ നിന്ന് കിട്ടേണ്ട പരിഗണന ഉണ്ടാവുന്നുമില്ല. എങ്ങും എത്താതെ പോയ ഒരു ജീവിതമായിപ്പോയി. ഉപദേശത്തിനും സഹായത്തിനും വേണ്ടി അപ്പച്ചിയോടൊപ്പം നടക്കുന്നേ ഉള്ളൂ. കുടുംബം തകർക്കാൻ ഉദ്ദേശമില്ല. നിന്റെ കുടുംബം തകർക്കണമെന്ന് അപ്പച്ചി ഉപദേശിച്ചിട്ടുമില്ല. നിന്റെയും വന്ദനയുടെ നന്മയ്ക്ക് വേണ്ടിയാ എപ്പോഴും എന്റെ പ്രാർത്ഥന. അങ്ങനെയുള്ള ചേട്ടത്തെയും
നീ തെറ്റിദ്ധരിച്ചല്ലോ അനിയ. മുത്തശ്ശി ആന്റിയൊക്കെ പാവങ്ങളെ അങ്ങളെ. ഒഴുകുന്നത് തേന, പക്ഷേ അതിൽ വിഷാംശമുണ്ട്. ഈ മുതലക്കണ്ണീരൊന്നും ജഗൻ മുഖവിലേക്ക് എടുക്കുന്നില്ല, വിശ്വസിക്കുന്നുമില്ല. ജോൽസിന്റെ വരവും വഴിപാടും ഒക്കെ വ്യാജമായിരുന്നെന്ന് ഞാൻ തെളിയിച്ചിരിക്കും. അപ്പച്ചിയും വിദ്യേട്ടത്തെയും വിഷമിക്കരുത്. ഈ കാര്യത്തില് എന്റെ വിശ്വാസല്ലേ പ്രധാനം. അതുണ്ടല്ലോ, എല്ലാം ദൈവം കാണുന്നുണ്ട്. വാ മോളെ. പകുതി ഏറ്റു. പകുതി ഭാഗം വർക്കൗട്ട് ആയില്ലല്ലോ അപ്പച്ചി. മുഴുവൻ ഭാഗവും വർക്കൗട്ട് ആകാനുള്ള പണി അപ്പച്ചിക്ക് അറിയാടി. ഭാഗ്യം അച്ഛൻ മുറിയിലില്ല. നിശ്ചയടായ ഇൻഷുറൻസിന്റെ പേപ്പറുകൾ അച്ഛന്റെ പക്കലുണ്ട്. അത് കൈവശപ്പെടുത്തണം. അലമാരിയിൽ പേപ്പറൊന്നും കാണുന്നില്ലോ. ഇനിയിപ്പോ എവിടെ വെച്ച് കാണും? ആ, കൊട്ടാ